മൂത്രപ്പഴുപ്പ് വരാനുള്ള ഒരു കാരണം മൂത്രസഞ്ചിക്ക് ഞാൻ പറഞ്ഞില്ല താഴ്ചയുണ്ട്. ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് മൂത്രം അതിനകത്ത് കെട്ടിവെക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൽ പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മൂത്രസഞ്ചിക്ക് താഴ്ച ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെയിറ്റ് എടുക്കാൻ പാടില്ല. അതായത് നല്ല ഭാരമുള്ള കാര്യങ്ങളൊന്നും പൊന്തിക്കരുത്. ബക്കറ്റ് നിറച്ച് വെള്ളം തുണിയൊക്കെ അലക്കിയിട്ടിട്ട് ബക്കറ്റിനകത്ത് എടുത്ത് അത് പൊന്തിക്കുക. വയറ് ഉറച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചുമ തുമ്മല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേഗം അത് ചികിത്സിച്ച് മാറ്റണം. അത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ എന്താ വെച്ചാൽ വയറിന്റെ പ്രഷർ കൂടും. അപ്പോൾ താഴ്ചയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു എക്സസൈസ് ആണ് ചെയ്യാനുള്ളത്. നമ്മൾ മൂത്രം ഒഴിച്ച് വന്നതിന് ശേഷം ബെഡിൽ മലന്ന് കിടക്കുക. നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൂത്രം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാ ടൈറ്റ് ആക്കി പിടിക്കേണ്ടത് അതുപോലെ ഉള്ളിലേക്ക് വലിച്ച് ടൈറ്റ് ആക്കി പിടിക്കുക. താഴെ ഭാഗം മൂത്രം ഒഴിക്കുന്ന അവിടെ അത് ഒരു 10 സെക്കൻഡ് അങ്ങനെ പിടിച്ചു നിൽക്കണം. പിന്നെ വിടുക. വീണ്ടും അതേപോലെ ടൈറ്റ് ആക്കി പിടിക്കുക. 10 സെക്കൻഡ് പിടിക്കുക, വിടുക. 20 തവണ ഒറ്റൊരു കിടപ്പിൽ ചെയ്യണം. ഇതേപോലെ 5 വട്ടം ഒരു ദിവസം ചെയ്യണം. അതായത് 100 തവണ ഈ ടൈറ്റ് ആക്കലും വിടലും ചെയ്യണം. അത് വേഗം കഴിയും. ഒരു പ്രാവശ്യം ചെയ്യാൻ തന്നെ ഒരു 3-4 മിനിറ്റിൽ കഴിയും. നമ്മളെ താഴ്ഭാഗത്ത് പേശികൾക്കൊക്കെ ബലം കൊടുക്കാനും ഈ മൂത്രസഞ്ചിയുടെ താഴ്ച ഇനി കൂടാതിരിക്കാനും ഒക്കെ സഹായിക്കും. നമുക്ക് കുറെ 4 പ്രസവങ്ങൾ കഴിഞ്ഞതാണ് വെയിറ്റുള്ള കുട്ടികളാണെങ്കിലോ പ്രസവങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലോ ഹോർമോണുകളൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുക.